ബ്രഹ്മചര്യം, ബ്രഹ്മചാര്യ എന്നത് ഭാരതീയ മതങ്ങളിലെ, പ്രത്യേകിച്ച് ഹിന്ദുമതത്തിലെ ഒരു പ്രധാന ആശയമാണ്. ഇതിന് നിരവധി അർത്ഥതലങ്ങളുണ്ട്. അക്ഷരാർത്ഥം: ബ്രഹ്മം എന്നാൽ പരമമായത്, ദൈവികമായത് അല്ലെങ്കിൽ ആത്യന്തികമായ സത്യം, അൾട്ടിമേറ്റ് റിയാലിറ്റി. ചര്യ എന്നാൽ പാത അല്ലെങ്കിൽ അനുഷ്ഠാനം. അതിനാൽ ബ്രഹ്മചര്യം എന്നാൽ ബ്രഹ്മത്തിന്റെ പാതയിൽ സഞ്ചരിക്കുക അല്ലെങ്കിൽ ദൈവികമായതിനെ അനുഷ്ഠിക്കുക എന്നാണ്. ആത്മീയമായ അർത്ഥം: ഒരു വ്യക്തി തന്റെ ശരീരത്തെയും മനസ്സിനെയും ചിത്തം പൂർണ്ണമായി നിയന്ത്രിക്കുക എന്നതാണ് ബ്രഹ്മചര്യം. എല്ലാവിധ ഭൗതികമായ ആസക്തികളിൽ നിന്നും മോചിതനായി ആത്മീയ ലക്ഷ്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു തീവ്രമായ മാനസിക ആത്മീയ അച്ചടക്കമാണിത്. ആശ്രമസമ്പ്രദായത്തിൽ പുരാതന ഹൈന്ദവ ആചാരമനുസരിച്ച് മനുഷ്യജീവിതത്തെ 4 ഘട്ടങ്ങളായി ആശ്രമങ്ങൾ തിരിച്ചിട്ടുണ്ട്. അതിലെ ആദ്യത്തെ ഘട്ടമാണ് ബ്രഹ്മചര്യം. ഇത് വിദ്യാർത്ഥി ജീവിതത്തെ സൂചിപ്പിക്കുന്നു. ഈ കാലയളവിൽ ശിഷ്യൻ ഗുരുവിനൊപ്പം താമസിച്ച് വേദങ്ങളും വിദ്യകളും പഠിക്കുന്നു. ഈ ഘട്ടത്തിൽ സംയമനം, സെലിബസി നിർബന്ധമാണ്. പൊതുവായ ധാരണ: മിക്കപ്പോഴും ബ്രഹ്മചര്യം ലൈംഗിക ബന്ധങ്ങളിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കുന്ന ജീവിതരീതി, ബ്രഹ്മനിഷ്ഠ ചാരിത്ര്യമായി കണക്കാക്കപ്പെടുന്നു. എന്നാൽ ഇത് ബ്രഹ്മചര്യത്തിന്റെ ഒരു വശം മാത്രമാണ്. വിശാലമായ അർത്ഥത്തിൽ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും സംയമനം പാലിക്കുകയും എല്ലാ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ ബ്രഹ്മചര്യം. വിവാഹിതനായ ഒരാൾക്കും തന്റെ ധർമ്മങ്ങളനുസരിച്ച് ജീവിക്കുമ്പോൾ ആന്തരികമായി ബ്രഹ്മചാരിയായിരിക്കാൻ സാധിക്കുമെന്നും ചില ആധുനിക ആത്മീയ വ്യാഖ്യാനങ്ങൾ പറയുന്നു. ചുരുക്കത്തിൽ, ബ്രഹ്മചര്യം എന്നത് ശരീരത്തിന്റെയും മനസ്സിന്റെയും ശുദ്ധിയിലൂടെ പരമമായ സത്യത്തെ തേടുന്ന ഒരു ജീവിതചര്യയാണ്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും അറിയണമെന്നുണ്ടോ?